മുബഷിറെ, ആളുകൾ യൂസർ കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ് പല രീതിയിൽ പറ്റിക്കപ്പെടുന്നത്. കിലോമീറ്റർ കൂടുതൽ അല്ലെങ്കിൽ തട്ടിയ വണ്ടി കൊടുക്കുക, ഇങ്ങനെയൊക്കെ. അപ്പോൾ ആളുകൾ ഒരു യൂസർ കാർ പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മളെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു 2 ലക്ഷം റുപ്യേൻ്റെ വണ്ടിയാണെന്നുണ്ടെങ്കിലും നല്ല വണ്ടി, നല്ല ക്വാളിറ്റി ഉള്ള, ഇപ്പോൾ 2 ലക്ഷം റുപ്യേൻ്റെ വണ്ടി പൾട്ടോ അങ്ങനെ രീതിയിലൊക്കെ വരികയാണെങ്കിൽ മോഡലുള്ള വണ്ടി നമുക്ക് എന്ത് ചെയ്യും, ചെറിയ വിലക്ക് കിട്ടും. അതേമാതിരി നമ്മൾ കുറച്ച് വലിയ സ്റ്റാൻഡേർഡ് വണ്ടിയാണെങ്കിൽ കുറച്ച് പഴയ വണ്ടി ആ വിലക്ക് കിട്ടും. നമ്മൾ ബഡ്ജറ്റാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മളെ വണ്ടീൻ്റെ എടുക്കണ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി മേജർ ആക്സിഡൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ കിലോമീറ്റർ ജെനുവിനാണോ നോക്കണം, അപ്പുറമാണ് തട്ടിക്കണോ, ഇഞ്ചൻ കേസ് തട്ടിക്കണോ നോക്കണം. അതൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ ഫ്ലഡും കാര്യങ്ങളും അതും നോക്കണം. കാരണം ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വിലകൾ വലിയ മാറ്റം വരും. പക്ഷേ നമുക്ക് മുന്നോട്ട് കൊണ്ടെടുക്കാൻ ചിലപ്പോൾ കംപ്ലയിൻറ്റ്സ് കൂടുതലാവും, മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരും. അത് നമ്മൾ മെയിൻ നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ വിലക്ക് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, ആ ഒരു ബഡ്ജറ്റിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വലിയ നഷ്ടമില്ലാതെ കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ പറ്റും. കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ.